ഗൂഗിൾ അങ്ങനെ ആ ഒരു സംഘർഷഭരിതമായ സമയം അല്ലേ അത് അവസാനിക്കുന്നു. പോലീസിന് കുറച്ചുകൂടി സ്വസ്ഥമായ അവരുടെ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി അവിടെ അല്ലേ? തീർച്ചയായും. അതായത് ഒരു സംഘർഷഭരിതമായ സാഹചര്യം നെന്മാറ MLA കെ ബാബു അടക്കമുള്ളവരെത്തി ഇവരെ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഓരോരുത്തരുമായി സംസാരിച്ച് അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാവരുമായി വളരെയധികം വ്യക്തിബന്ധമുണ്ട്. പേരെടുത്താണ് ഓരോരുത്തരെയും സംസാരിച്ച് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പറഞ്ഞത്. അത്തരത്തിലൊരു രംഗം ശാന്തമാകുന്നു എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. അത്തരത്തിലൊരു ആ പറഞ്ഞ ഓരോരുത്തരെയും സമാധാനിപ്പിച്ച് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പോലീസ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആദ്യ പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരെ കൊലപ്പെടുത്തി. ഇനി 3 പേരെ കൂടി ഉണ്ട്, അല്ലെങ്കിൽ 3 പേരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. അത് നിർവികാരമായാണ് പറഞ്ഞത്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചോദിച്ചപ്പോൾ തനിക്ക് ഭക്ഷണം വേണമെന്ന് ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ ഇയാൾക്ക് ഭക്ഷണം എത്തിച്ചു. ഇത്തരത്തിൽ അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനി ശേഖരിക്കേണ്ടതായുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരൊക്കെയാണ് ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റു 3 പേർ, അതിൻ്റെ കാരണം എന്താണ്, അതിലേതൊക്കെ ഘടകങ്ങൾ കാര്യമായിട്ടുണ്ട്, ഇത്തരത്തിലൊരു വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉണ്ട്. അതിനൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. സ്വാഭാവികമായും അതൊക്കെ വരും മണിക്കൂറിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തറിയും. ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രവർത്തകരെ, പ്രശ്നമുണ്ടാക്കിയവരെ ഇത്തരത്തിൽ തന്നെ അവരെയൊക്കെ തന്നെ നെന്മാറ MLA കെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഓരോരുത്തരുമായി സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നം ശാന്തമായി പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഓരോരുത്തരുമായി പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസല്ല. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ സ്റ്റേഷനുകളിൽ പുരോഗമിക്കുന്നു. പുറത്തുണ്ടായിരുന്ന ഏറെ സമയം നീണ്ടുനിന്ന പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. MLAയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ച ഫലം കണ്ടു. ജനങ്ങൾ മെല്ലെ പിരിഞ്ഞു പോവുകയാണ്. പോലീസ് നടപടികളുമായി പൂർണ്ണമായും സഹകരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു, ആ ഗേറ്റ് തള്ളി പൊളിച്ച സംഭവത്തിലൊക്കെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനടക്കമുള്ള കേസുകളെടുത്ത് അകത്തിടുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. അതിലൊക്കെ MLAയുടെയൊക്കെ ഇടപെടലുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇത് ചെയ്തവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. എന്തായാലും മറ്റ് പ്രശ്നങ്ങളിലേക്കോ വീണ്ടും ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിലേക്കോ പോകാതെ പ്രതിഷേധക്കാർ മെല്ലെ പിൻവാങ്ങുന്നു. പോലീസ് അവരുടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. കുറച്ചു നേരം ചെന്നാമരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇയാൾ ഭക്ഷണം ആവശ്യപ്പെട്ടു. പോലീസ് മെസ്സിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു നൽകിയെന്നും അറിയിച്ചു. 5 പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായാണ് അത്രേ ഇയാൾ പറഞ്ഞത്. 3 പേരെയാണ് ഇപ്പോൾ ഇതുവരെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ആരെയൊക്കെയാണ് ഇനി ഉദ്ദേശിച്ചിരുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. തുടർന്ന് മറ്റ് നടപടിയിലേക്ക് കടക്കും. ബിനിൽ, ഇനി എന്താണ് പോലീസിന് ഇന്ന് മുഴുവൻ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയാണോ? രാത്രി തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ എത്തിക്കുന്നു, അങ്ങനെയുണ്ടോ? ബിനിൽ, കേൾക്കാമോ? നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇന്ന് രാത്രിയും ഇന്നലെ രാത്രിയും ഒക്കെ ചുറ്റുപാടുമുള്ള വനങ്ങളിലൊക്കെ വലിയ തോതിൽ പരിശോധന നടന്നതാണ്. ഇന്ന് പോത്തുണ്ടിയിലുണ്ട്, കണ്ടു എന്ന വളരെ കൃത്യമായ വിവരങ്ങൾ വന്നു. പക്ഷെ പിന്നീട് അവസാനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സൂചനയുമില്ല. പോലീസ് മാട്ടായിൽ നിന്നൊക്കെ പിൻവാങ്ങുന്നുവെന്നാണെങ്കിൽ വളരെ കുറച്ച് സമയങ്ങൾക്കകം തന്നെ പോലീസ് ഇയാളെ പിടികൂടി എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. പോലീസ് ഇയാളുമായി നെന്മാറ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അവിടെ ഏറെ സമയം നീണ്ടത് ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ബിനിൽ, ഇനി എന്താണ് പോലീസിന്റെ നടപടികൾ? പ്രതിഷേധക്കാരൊക്കെ പിരിഞ്ഞു പോയല്ലോ. പോലീസിന്റെ നിയമ നടപടികൾ എങ്ങനെ? ഇന്ന് മുഴുവൻ ചോദ്യം ചെയ്യലിലേക്കാണോ? ദിവിഷ, പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. പക്ഷെ അവരെ സമാധാനിപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. ഒടുവിൽ നെന്മാറ MLA കെ ബാബു അടക്കമുള്ള നേതാക്കൾ എത്തി. അവർ ഈ പ്രതിഷേധം നാട്ടുകാരുമായി സംസാരിച്ചു. അവരോട് തൽക്കാലത്തേക്ക് ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവരെല്ലാം മാറി നിൽക്കുന്നത്. എന്തായാലും ആ സ്റ്റേഷന് മുന്നിലുണ്ടായ സംഘർഷാവസ്ഥ ഇപ്പോഴില്ല. അതൊരു വലിയ
കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ കാര്യക്ഷമമായി ഇടപെട്ടു എന്ന് നമുക്ക് പറയാം. കാരണം ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് നാട്ടുകാർ ഇടിച്ചു കയറി ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻ ആക്രമണമായി അത് മാറും. നിരവധി ചെറുപ്പക്കാരാണ് ഈ പ്രതിഷേധവുമായി എത്തിയത്. അവരെല്ലാം തന്നെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്തായാലും അത്തരം പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഇവിടുത്തെ MLA കെ ബാബു അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടെത്തി ജനങ്ങൾക്കിടയിൽ നിന്ന് ആ പ്രശ്നം പരിഹരിച്ചവരെ ഇപ്പോൾ മടക്കി അയച്ചിരിക്കുകയാണ്. പക്ഷേ ആളുകളെല്ലാം പിരിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ആ പ്രതിഷേധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് ആ സ്റ്റേഷനകത്തേക്കുള്ള കാഴ്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലോക്കപ്പിനുള്ളിലാണ് ചെന്താമരയുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചെന്താമരയുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തും. നാളെ ആയിരിക്കും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. തെളിവെടുപ്പ് അടക്കമുള്ളവ ഉണ്ടാകും. എന്തായാലും ആലത്തൂർ DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനകത്ത് തന്നെയുണ്ട്. ആ സ്റ്റേഷന്റെ ലോക്കപ്പിനുള്ളിലാണ് ഇപ്പോൾ ചെന്താമരയുള്ളത്. പുറത്തു നിന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ച കാര്യങ്ങൾ ഓരോന്നായി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തോട് ചെന്താമര പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ആ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ഒരു പ്രത്യേകത, സ്റ്റേഷന്റെ മുൻവശത്ത് നിന്ന് നമ്മൾ നേരെ കാണുന്നത് ലോക്കപ്പാണ്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിനകത്ത് പ്രതി ഇരിക്കുന്നതും പുറത്തു നിന്ന് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതും ഒക്കെ നമുക്ക് ആ സ്റ്റേഷന്റെ ഗേറ്റിന് വെളിയിൽ നിന്നാൽ തന്നെ കാണാൻ കഴിയും. ആ രീതിയിലാണ് അവിടുത്തെ ലോക്കപ്പ് സംവിധാനം അടക്കം ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി ആ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. ലോക്കപ്പിനകത്താണ് ചെന്താമരയുള്ളത്, പുറത്ത് ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായി അതിനുള്ള ഉത്തരങ്ങൾ ചെന്താമരയിൽ നിന്ന് ശേഖരിക്കുകയാണ്. അതായത് എന്തുകൊണ്ട് എങ്ങനെ ഈ കൃത്യം നടത്തി എന്നതാണ് അവർക്ക് അറിയേണ്ടത്. അതിന്റെ കാര്യകാരണങ്ങൾ അറിയണം. ഇത്രയും സമയം എവിടെയാണ് കഴിഞ്ഞിരുന്നത്, ഇപ്പോൾ മടങ്ങി വന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തുക. അതായത് പ്രതിയുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അയാളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ ചെന്താമര ആ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ചെന്താമര ഈ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരുമ്പോൾ ക്ഷീണിതനായിരുന്നു എന്നതാണ് DYSP അടക്കം വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ഒരു ദിവസം മുഴുവൻ ഒളിവിലായിരുന്നു. കാട്ടിനുള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. തിരിച്ച് നടന്ന് തന്റെ വീടിന് മുന്നിലേക്ക് എത്തുമ്പോഴാണ് ചെന്താമര പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. അവിടെ തന്നെ പോലീസിന്റെ പിക്കറ്റ് സംവിധാനം അടക്കമുണ്ടായിരുന്നു. കാരണം രാത്രിയിൽ ഇയാൾ ഈ പോത്തുണ്ടി ഡാമിന്റെ പരിസരത്തേക്കോ അല്ലെങ്കിൽ കാട്ടിന്റെ പരിസരത്തേക്കോ ഒക്കെ വരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് അവിടെയെല്ലാം സുരക്ഷ ഒരുക്കിയിരുന്നു. അതിനിടയിലേക്കാണ് ഈ ചെന്താമര വന്ന് പോലീസിന്റെ കൈകളിലേക്ക് വിടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ആലത്തൂർ DYSP അടങ്ങുന്ന സംഘം എത്തി അവിടെ നിന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ വെച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഉടൻ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് പോലീസ് പോകും. വൈദ്യപരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുക. നാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്. നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും പോലീസ് നടത്തും. അങ്ങനെയെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകും. അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ചെന്താമരയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. കൊണ്ട് തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി മാത്രമേ പോലീസിന് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ എന്തായാലും നെന്മാറ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലാണ് ചെന്താമരയുള്ളത്. അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണവുമായി ചെന്താമര സഹകരിക്കുന്നുണ്ട്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ചെന്താമരയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാകുന്നുണ്ട്. ദിവിഷ്.